നിങ്ങൾ അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾക്കൊരു കോൾ വേണം. നിങ്ങളെ പാർട്ട്ണർ ഇങ്ങനെ വിളിച്ചു, നിങ്ങൾ സൈലൻ്റ് ആക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോൺ എടുക്കാനും പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? സൈലൻറ്റ് ബട്ടൺ അമർത്തി. പിന്നെ രണ്ടാമതും നിങ്ങളുടെ പാർട്ട്ണർ വിളിച്ചു, അപ്പോഴും നിങ്ങൾ സൈലൻറ്റ് ബട്ടൺ അമർത്തി. മൂന്നാമതും വിളിച്ചു. എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് ദേഷ്യം വരും അല്ലേ? വല്ലാണ്ട് ദേഷ്യം വരും. മീറ്റിംഗ് കഴിഞ്ഞ പാട് നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഒരുപാട് നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾ ചീത്ത പറഞ്ഞു. എന്താ നിനക്കെന്താ തീരെ ബോധമല്ലേ, എത്ര വട്ടമാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ചീത്ത പറഞ്ഞു. സത്യത്തിൽ പറഞ്ഞാൽ ഇവിടെ ആരെടുത്താ തെറ്റ് വന്നത്? ഒരു മീറ്റിങ്ങിന് കയറുന്നതിന് മുന്നേ നിങ്ങൾക്കറിയില്ലേ നിങ്ങൾക്ക് ഫോൺ സൈലൻ്റ് ആക്കണം, അല്ലെങ്കിൽ നമ്മൾ പള്ളിയിലൊക്കെ കയറുന്നതിൻ്റെ മുന്നേ സൈലൻ്റ് ആക്കണം നിങ്ങൾ അറിയില്ലേ? പക്ഷേ നമ്മളുടെ തെറ്റ് നമ്മൾ അത് അംഗീകരിക്കാതെ നമ്മൾ മറ്റുള്ളവരെ ചീത്ത പറയുക, അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുക. നമുക്ക് ബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. എന്ത് കാര്യം ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മളതൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, അത് എൻ്റെ അടുത്തുള്ള തെറ്റാണ്, ഞാനത് അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു പ്രശ്നവും വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അതല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു ഫാൾട്ട് പറ്റിയിട്ട് നമ്മൾ മറ്റുള്ളവരോട് ചാടി കളിച്ചിട്ട് കാര്യമില്ലല്ലോ. ശരിയല്ലേ? ബി കെയർഫുൾ. താങ്ക് യു.